ഈ പണ്ടൊരു പഴഞ്ചൊല്ല് പറയും, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരുപോലെയാണെന്ന്. പറഞ്ഞിട്ടുള്ള വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇടത് വലത് പാർട്ടികളൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. മുന്നേ കുട്ടിയുള്ള പല കാര്യങ്ങളും പറഞ്ഞത് ഇപ്പൊ നിലമ്പൂരില് ഒരു തഗ്ഗായിട്ട് മാറിയിരിക്കുകയാണ്. ഇടത് പറഞ്ഞത് വലത് ഏറ്റെടുക്കണം, വലത് പറഞ്ഞത് ഇടത് ഏറ്റെടുക്കണം. പക്ഷെ രസകരമാണ്, ഇത് ഇവരെ രണ്ട് ഗ്രൂപ്പിനെയും കൂടെ ഒരിടത്ത് കൊണ്ടുവന്ന് നിർത്തി ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്ത വമ്പൻ ഹിറ്റ് തന്നെ ആവും. അതെ 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 അല്ലെ, ഒരു ചാനലിന്റെ പ്രൈം ടൈം ചർച്ച ഇതിനോടൊക്കുകയല്ല. അതുപോലത്തെ ഉള്ള കൗണ്ടറുകളും നമുക്ക് ആ കുറച്ച് കൗണ്ടറുകൾ നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കൗണ്ടർ പോയിന്റുകൾ തിരിച്ചടിക്കുകയും കൗണ്ടറുകളാണല്ലോ ഒരെണ്ണം നമ്മുടെ സ്വർണ്ണക്കടത്ത് നടത്തുന്ന കേന്ദ്രമാണ് മലപ്പുറം എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഈ സ്വർണ്ണക്കടത്ത് മൂലം ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് അത്തരത്തിൽ അവിടെ നടക്കുന്നത്. അപ്പോൾ ഉടനെ ഒരു കൗണ്ടർ സി പി എമ്മിൽ നിന്ന് വന്നു. ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് കൈക്കൂലിയാണെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കൈക്കൂലി വാങ്ങിക്കുന്നവരാണ് മലപ്പുറത്തെ വോട്ടർമാരെന്നല്ലേ അതിന്റെ അർത്ഥം? ഇവർ കൈക്കൂലിക്കാരെ, അഴിമതിക്കാരെന്നല്ലേ? സ്വർണ്ണക്കടത്ത് നമ്മുടെ പിണറായിക്ക് കിടക്കുന്നതേ ഉള്ളൂ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധം. അതിനിടയ്ക്കാണ് മലപ്പുറത്തുകാർ സ്വർണ്ണക്കടത്തുന്നത്. അങ്ങനെ സി പി എമ്മിന്റെ വാദങ്ങൾ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അതിന്റെ കൗണ്ടറും പറയാം, പറഞ്ഞോളൂ. എല്ലാ വാദങ്ങളും അറിയില്ല, സാറിന്റെ അത്രയും അറിയില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം. പറയൂ. VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണമെന്ന് M സ്വരാജ് പറഞ്ഞു. അപ്പൊ VS പറഞ്ഞതാണ്, പ്രസംഗത്തിൽ കൂടെ പറഞ്ഞത്. തൂക്കുമരം കാട്ടി എന്നെ ഭയപ്പെടുത്താൻ വരണ്ട. ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലോ, അവന്മാരൊക്കെ വരുന്നുണ്ട്. തൂക്കുമരം കാട്ടി പുന്നപ്ര വയലാർ സമരത്തിൽ കർഷക തൊഴിലാളികൾ തൂക്കുമരത്തിൽ ഏറിയത്, അതിന് മുന്നിൽ നിന്ന ആളാണ് ഞാൻ. എന്നെയും പിടിച്ച് ജയിലിലിട്ടതാണ്. എൻ്റെ അടുത്ത് ഇന്നലെ വന്ന പയ്യന്മാരൊന്നും വന്നിട്ടുണ്ടല്ലോ, തൂക്കുമരം കാണിച്ച് പേടിപ്പിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയൊന്നും. ഇത് ഇറക്കി VS അച്യുതാനന്ദന്റെ പേരിൽ M സ്വരാജ് പറഞ്ഞിട്ടുള്ളതും പിണറായി പറഞ്ഞിട്ടുള്ള പിണറായി എന്തൊക്കെ VSന് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം UDFന്റെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് മാറിയിരിക്കുകയാണ്. VS അച്യുതാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം M സ്വരാജിനെ അവിടെ വായടച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞ M സ്വരാജ് പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു CPI-കാരനെ തൃശ്ശൂർ ഞാൻ കണ്ടെത്തി എന്നുള്ളത്. അതെ അതെ, ഞാൻ കേരളം ആകെ പരിധി, കേരളത്തിൽ നിന്ന് തെക്കോട്ട് തിരുവനന്തപുരം തൊട്ട് വന്ന് ആ ഒരു CPI-കാരനെ ഇങ്ങനെ തപ്പി വന്നു. തൃശ്ശൂരിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ടൊരു CPI-കാരനെ കണ്ടത്. C. അച്യുതമേനോൻ്റെ സ്ഥലമാണല്ലത്. അതുപോലെ CPI കുറച്ച് പേരെ KP രാജേന്ദ്രൻ, KP പ്രഭാകരൻ, അങ്ങനെയുള്ള പാരമ്പര്യമുള്ള VV രാഘവൻ, അങ്ങനെ പാരമ്പര്യമുള്ള കുറേ നേതാക്കന്മാർ അവിടെ ഉള്ളൂ. അവിടെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ CPI നേതാക്കൾ മാത്രമേ ഉള്ള, അണികളൊന്നുമില്ല. അന്തിക്കാട്ട് ചെത്തുതൊഴിലാളിയുടെ പ്രസ്ഥാനമൊക്കെ CPI ആരംഭിച്ചത് തൃശ്ശൂരിൽ നിന്നായിരുന്നു. അത് വെച്ചാണ് ഈ സ്വരാജ് പറയുന്നത്. ആ സ്വരാജ് പറഞ്ഞപ്പോൾ CPI-കാരുടെ മറുപടി എന്തായിരുന്നു അറിയാം? CPI-CPM ബന്ധത്തെക്കുറിച്ച് ഇയാൾക്ക് യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് ഇയാളുടെ തലയിൽ തക്കാളി കൃഷി ചെയ്യണമെന്ന്. ഈ തക്കാളി എന്ന് പറയുന്ന അത്ര ചീത്ത വസ്തുവാണോ രഞ്ജലി? പാചക അടുക്കളയിൽ ഏറ്റവും ആവശ്യമുള്ള ചീഞ്ഞു പോകും എന്നാണ്. അത് ശരിയാണ്, തക്കാളി കൃഷി ചെയ്ത്, പക്ഷേ ഫ്രഷായിട്ട് എടുക്കാൻ വേണ്ടിയായി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മറുപടിയും കൊടുത്തു. അപ്പോൾ ഇനി പൊക്കാളി ഉദ്ദേശിച്ചാണോ? തൃശ്ശൂർ ധാരാളം ഉള്ളതാണ് പൊക്കാളി കൃഷി. ഇനി അങ്ങനെയാണോ എന്നറിയില്ല. പൊക്കാളി കൃഷി ചെയ്യണം. ക്ഷമിക്കണം, പൊക്കാളിയാവാനേ വഴിയുള്ളൂ. കാരണം എന്താണ്? പൊക്കാളി കൃഷി ചെയ്യുന്ന ചെളിയിലാണ്. അപ്പോൾ ഇയാളുടെ തലമണ്ടേ ചെളിയാണെന്നാണ് അതിൻ്റെ. അടുത്തത് ആര്യാട്. മലപ്പുറത്തിൻ്റെ പ്രിയപുത്രനാണ് ആര്യാടൻ മുഹമ്മദ്, എല്ലാവർക്കും അറിയാവുന്ന. പക്ഷേ ഈ ആര്യാടൻ മുഹമ്മദിന് മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ ചെലവിൽ ഇങ്ങനെ വളരുന്നതിൽ വളരെ അധികം ദേഷ്യമുള്ളതാണ്. ആര്യാടൻ മുഹമ്മദ്, അതുപോലെ പാണക്കാട്ട് തങ്ങൾമാരെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ദിവ്യരായിട്ടുള്ള വ്യക്തികളാണെന്നാണ് മുസ്ലിം ലീഗിൻ്റെ സങ്കല്പം. അവർ പറയുന്നതിനപ്പുറമില്ല, എല്ലാം തീരുമാനിക്കുന്ന അവരാണ്, തങ്ങൾമാരാണ്. അത് കുടുംബപരമായിട്ടുള്ള ഈ നബി കുടുംബവുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടെന്നുള്ള സങ്കല്പത്തിലാണ് ഒരു കുടുംബ മാഹാത്മ്യം പറയുന്നത്. ഈ നെഹ്റു കുടുംബം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു മാഹാത്മ്യം അതിന് കൈവരുന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരെ വളരെ ആദരിക്കപ്പെടുന്നു, എല്ലാ വാക്കും അവരുടെ അംഗീകരിക്കുന്നു. അപ്പോൾ ആര്യാടൻ അതിൻ്റെ നേർക്കാണ് ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്. മുസ്ലിം ലീഗുകാരെ കോൺഗ്രസ് പ്രസിഡന്റിനെ വിമർശിച്ചു. അത് കേട്ടിട്ട് ആര്യാടൻ സഹിച്ചില്ല. ദേശീയ മുസ്ലിമാണ് അദ്ദേഹം, കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രസിഡന്റിനെ നിങ്ങൾ വിമർശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രസിഡന്റിനെ ഞങ്ങളും വിമർശിക്കും. അവരുടെ പ്രസിഡന്റ് പാണക്കാട് തങ്ങളാണ് എന്ന് പറഞ്ഞാൽ തങ്ങൾമാരുടെ മാഹാത്മ്യമൊന്നും ഞങ്ങൾ വകുക്കുകയില്ല. അതും ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത്. അതുപോലെ തന്നെ ഒരു പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, ഒരു വാര്യരും അനിവാര്യരല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരു തങ്ങളും വിമർശനത്തിന് അതീതരല്ല എന്നുള്ളതാണ് ആര്യാടൻ അന്ന് പറഞ്ഞു വെച്ചത്.
മുസ്ലിം ലീഗിനെ വളരെ കൊണ്ട ഒരു വാക്കായിരുന്നു, കൂരമ്പായിരുന്നു, വാക്കിൻ്റെ ഒരു കൂരമ്പായിരുന്നു അത്. പിന്നെ ഒന്ന് ആര്യാടൻ, ഇതേ ആര്യാടൻ തന്നെ ലീഗ് ഒരു 5ാം മന്ത്രിയെ ആവശ്യപ്പെട്ടു ഉമ്മൻചാണ്ടിയോട്. ഉമ്മൻചാണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വേപതു കൊണ്ടു ആ കാലഘട്ടത്തിൽ. ആര്യാടൻ മന്ത്രിസഭയിലുണ്ട്, ഉമ്മൻചാണ്ടിയുടെ കൂടുള്ള ആളാണ്. പക്ഷേ ഈ ആര്യാടൻ മുഹമ്മദ് അന്ന് എന്താ പറഞ്ഞറിയാം? 5ാം മന്ത്രിസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്ന അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരിക്കും നിങ്ങൾ. അത്ര ദേഷ്യമായിരുന്നു 5ാം മന്ത്രിസ്ഥാനം. അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനോട് അദ്ദേഹത്തിനുള്ള കടുത്ത എതിർപ്പായിരുന്നു. വാസ്തവത്തിൽ ആര്യാടൻ വിചാരിച്ചെങ്കിൽ മലപ്പുറം ജില്ല കോൺഗ്രസിൻ്റെ കൈക്കലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഈ വിട്ടുവീഴ്ചകൾ കൊണ്ടാണ് അതായത്. അതാണ് അതിൻ്റെ ചരിത്രം. അത്ര ഒരു ധീരോദാത്തനായ കോൺഗ്രസ് നേതാവായിരുന്നു ആര്യാടൻ. അല്ല, ഓർമ്മിപ്പിക്കുക, ഇതിന് മുസ്ലിം ലീഗിൻ്റെ വോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുക. പിന്നെ മറ്റൊരു വിമർശനം, പിന്നെ KM ഷാജിയും അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീറും ചേർന്ന് അന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന് ഞരമ്പ് രോഗത്തിന് ചികിത്സിക്കണം. ഞരമ്പ് രോഗം ആര്യാടൻ മുഹമ്മദ് അതിന് കൗണ്ടർ കൊടുത്തത് ഞരമ്പ് രോഗത്തിന്. അദ്ദേഹം ധാരാളമായിട്ട് സിഗരറ്റ് വലി, ഇത് പാവം മനുഷ്യനാണ്, ഒരു രോഗമില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ള മനുഷ്യനായിട്ട് ഇന്ന് വരെ ആരും അഭിപ്രായപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിനെ കുറിച്ച്. അങ്ങനെ ഒരു ആരോപണം ഇന്ന് വരെ അദ്ദേഹത്തിനെ കുറിച്ച്, ഒരു സ്ത്രീ വിഷയത്തിൽ ഒരു ആരോപണവും നേരിട്ടിട്ടില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്തും പറയാം. അപ്പോൾ കാരണം പാണക്കാട് തങ്ങളെ പറഞ്ഞപ്പോൾ കൊണ്ടു, അതിൻ്റെ പേരിലാണ്. പിന്നെ വേറൊരു അതിൻ്റെ ഒരു കൗണ്ടറും കൂടെ ഉണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ET മുഹമ്മദ് ബഷീർ വേറെ ആരുടെയും പാണക്കാട് തങ്ങൾമാരെ പറ്റി പറഞ്ഞിട്ടില്ല. അങ്ങനെ ET മുഹമ്മദ് ബഷീർ ആര്യാടൻ പറഞ്ഞതാണ്, ഒരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞു. വർഗീയവാദിയാണ്, വർഗീയ സ്വഭാവമുള്ള ആളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതെനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം, മാറാട് കലാപത്തിൻ്റെ സമയത്ത് ഒരു വർഗീയ ചുവയുള്ള പ്രകടനം കാഴ്ചവെച്ച ഒരാളിനെ എനിക്കറിയാം. ഈ അഹമ്മദ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയായിട്ടിരുന്നതാണ് ഈ അഹമ്മദ്. അന്ന് മാറാട് കലാപത്തിൻ്റെ സമയത്ത് ഹിന്ദു സഹോദരങ്ങളാണ് അവിടെ കൊല്ലപ്പെട്ടത്. മാറാട് 2ാം കലാപം കൊല്ലപ്പെട്ട സഹോദരങ്ങൾ, കടൽ തീരത്തിൻ്റെ മക്കൾ, കടൽ കാറ്റേറ്റ് കടലിലെ പാറയിലിരുന്ന ആൾക്കാർ ഇങ്ങനെ പുറകിൽ നിന്ന് വന്ന് രാത്രിയുടെ മറവിൽ വെട്ടിക്കൊള്ളുകയായിരുന്നു. വലിയൊരു കലാപമായി പൊട്ടിപ്പുറപ്പെടേണ്ടതായിരുന്നു അത്. പക്ഷേ കലാപം ഉണ്ടായില്ല ഭാഗ്യത്തിന്. അതെല്ലാം സഹിച്ചുകൊണ്ട് ഹിന്ദുക്കളിരുന്നുകൊണ്ടാണ് അവിടെ കലാപം ഉണ്ടാകാതിരുന്നത്. ആ സമയത്ത് പോലീസ് അന്വേഷണം നടത്തിയിട്ട് ആയുധങ്ങൾ കണ്ടുപിടിച്ചു. ആ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് എവിടെയാണെന്നറിയാം? ഒരു പള്ളിയിലാണ്, ഒരു മസ്ജിദിൽ. ആ പള്ളിയിൽ ആയുധങ്ങൾ കണ്ടെടുത്ത് പള്ളിയിൽ അവിടെ നിസ്കരിക്കുന്നത് നിരോധിച്ചു. കാരണം ആയുധങ്ങളിരിക്കുന്ന പള്ളിയാണ്, അപകടങ്ങൾ ഉണ്ടാവാം. അവിടെ ഒരു പക്ഷേ ഈ കൊലപാതകികളും കാണാം. അതുകൊണ്ട് പള്ളിയിലെ നിസ്കാരം തൽക്കാലം ഏത് ഗവൺമെൻറ് ഏത് പ്രാർത്ഥനാലയത്തിലും ചെയ്യുന്നതാണ്. പക്ഷേ ഈ മുഹമ്മദ് അന്ന് കേന്ദ്ര MP ആണ്. ഈ അഹമ്മദ് അദ്ദേഹം MP ആയിട്ടിരുന്ന ആൾ പരസ്യമായിട്ട് അദ്ദേഹം വന്നിട്ട് ഞാൻ ആ നിയമം ലംഘിക്കുന്നു എന്ന് പറയുന്ന പള്ളിയിൽ കയറി നിസ്കരിച്ചു. എനിക്കറിയാമോ, ഈ നിസ്കരിക്കാൻ മുസ്ലിം വിശ്വാസികൾ, ഇസ്ലാം വിശ്വാസികൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളിയുടെ ആവശ്യമില്ല. മുംബൈയിലൊക്കെ കാണാം, അവർ നിരത്തിൽ തന്നെ ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് അതിൽ നിസ്കരിക്കും. കാരണം പള്ളി എന്ന് പറയുന്നത് അവരുടെ പരിശുദ്ധമായ സ്ഥലമല്ല. നിസ്കരിക്കാൻ വേണ്ടി ഒരിടം, എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം. അപ്പോൾ ഈ ആയുധം ഇരിക്കുന്ന അടുത്ത് തന്നെ, വർഗീയ വിദ്വേഷത്തിൻ്റെ ആയുധം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ പോയി നിസ്കരിച്ച് ജനങ്ങളെ കാണിച്ചത് എന്ത് മാതൃകയാണ്? പ്രസക്തമായൊരു ചോദ്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് ഉത്തരം പറയേണ്ട ചോദ്യം തന്നെയാണത്. അത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തത് വാർത്തയായിട്ട് വന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ അവിടെ വർഗീയവാദികൾ മുസ്ലിം ലീഗിലുമുണ്ട്. പൊതുവേ വർഗീയവാദികളുള്ള പാർട്ടിയല്ലത്, ശരിയാണ്, വർഗീയ വിഷമുള്ള പാർട്ടിയല്ല. പക്ഷേ അതിലും വർഗീയവാദികളായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റുകയുമില്ല. അതങ്ങനെയാണ് വാർത്തകൾ വരുന്നത്. ഇതൊക്കെയാണ് അവിടെ ഇപ്പം പ്രധാനമായിട്ടുള്ളത്. അതുപോലെ ഇനി നമുക്ക് അൻവറിലേക്കൂടെ വരാം. PV അൻവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതിന് ഇതുവരെ കൗണ്ടർ വന്നിട്ടില്ല. കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് BJP ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ഏജന്റാണ് AC വേണുഗോപാൽ.
ഇതുവരെ അതിനൊരു കൗണ്ടർ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരു കൗണ്ടറും വരാത്തതെന്നും എനിക്ക് തോന്നുന്നു. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി സ്വാഭാവികം അത് അടിക്കട്ടെ. ഒരു കണക്കിന് ഈ പഴയ കാര്യങ്ങളൊക്കെ ഒന്നും ജനങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പുതിയ കൗണ്ടർ നമുക്കറിയാം, ഒരു കുട്ടി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അത് UDFന്റെ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞ അങ്ങേ അറ്റം എക്സ്ട്രീം പോകുന്നത് പോകാതിരിക്കുക. രാഷ്ട്രീയ ശശീന്ദ്രൻ അത് പിൻവലിച്ചു. പക്ഷെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കളികളൊക്കെ ആവാം, രാഷ്ട്രീയ പോരാട്ടങ്ങളാവാം. പക്ഷെ അത് അതിര് കടക്കാതെ ഇരുന്നാൽ നന്ന് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും LDF ഇനി എന്തൊരു ഇതടിച്ചാലും പുറമേ ഉള്ള ഒരു ഇപ്പോഴത്തെ ജനങ്ങൾ നോക്കുന്നത് നിലവിൽ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. പണ്ട് എങ്ങനെ അവർ ആ നേതാവ് ഇങ്ങനെ പറഞ്ഞു, ഇത് ചെയ്തു അത് ചെയ്തു, ആ സംഭവം ഇങ്ങനെയാണ്, അതല്ല അവർ നോക്കുന്നത്. നിലവിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. നിലവിൽ അവരുടെ മുമ്പിൽ ഒരു മരണം മുന്നിട്ട് ഒരു ദുരന്തം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ എന്തായാലും സ്വാഭാവികമായിട്ട് എത്ര കൗണ്ടറിൽ LDF അടിച്ചാലും ഇനി അൻവർ അടിച്ചാലും അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. എന്തായാലും UDFന് തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യും. തന്നെയല്ല രഞ്ജിനി, ഒരു കാര്യം കൂടെ പറയാം. നിലമ്പൂർ പറഞ്ഞുകൊണ്ട് ഷെഡ്യൂൾ 2-ൽപ്പെട്ട ഒരു മൃഗമാണ്, സംരക്ഷിത മൃഗമാണ് കാട്ടുപന്നി. ആ കാട്ടുപന്നിയുടെ മാംസം അവിടെ വ്യവസായമായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. അതിന് ഗവൺമെൻറ് മറുപടി പറയണം. അത് വന്യമൃഗ ശല്യമല്ലത്. വന്യമൃഗങ്ങളെ നിങ്ങൾ ശല്യപ്പെടുത്തുന്നതാണ്. എന്താണ്, വന്യമൃഗങ്ങളെ കൊല്ലുമ്പോൾ അവിടെ കേസില്ല, നിങ്ങളെ വന്യമൃഗം കൊല്ലുമ്പോൾ അതിന് നഷ്ടപരിഹാരം വേണം, കേസ് വേണം എന്ന് പറയുന്നത്. ഈ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, എല്ലാ മൃഗങ്ങളും ഉണ്ട്, മൃഗജാലങ്ങളും ഉണ്ട്, സസ്യജാലങ്ങളും ഉണ്ട്. അത് നമ്മൾ മറക്കരുത് എന്നുള്ളൊരു പാഠം കൂടി നിലമ്പൂരിനോട് പറയുന്നു.